ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഞാൻ ഇവിടെ കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണം കുമ്പളങ്ങ, പിന്നെ കുറച്ച് വേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, 3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര്, പിന്നെ അരപ്പിന് ആവശ്യമായിട്ടുള്ളത് ഒരു മുറി തേങ്ങ, കുറച്ച് ചെറിയ ജീരകം, 3 ചെറിയ ഉള്ളി, 4 അല്ലി വെളുത്തുള്ളി. ഇനി നമുക്ക് ചട്ടിയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വേപ്പില, ഈ പച്ചമുളക് നമുക്ക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വയ്ക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വരട്ടെ, എന്നിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാം. കഷ്ണങ്ങൾ വേകുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് അരച്ചെടുക്കാം. ഒരു ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ജീരകവും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. തൈര് ഒഴിച്ചൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കാം. അരപ്പൊന്ന് ഒന്ന് തിളയ്ക്കട്ടെ. തേങ്ങ ഒന്ന് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവട്ടെ. അപ്പോൾ കറി തിളച്ചുണ്ട്. ഇനി അതിലേക്ക് വറവ് ഇടാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വറവിട്ട് കൊടുക്കാം. നമുക്ക് അതിലേക്ക് വറവിടാനുള്ളത് നോക്കാം. പാത്രം വെച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ആദ്യം അതൊന്ന് പൊട്ടി വരട്ടെ.
കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അത് കറിക്ക് വെച്ച് കൊടുക്കാം. മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടമായിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ എടുത്ത് അടുത്ത ദിവസം കാണാം.